മോഹൻലാലാണ് നായകൻ എന്ന് അറിയാമായിരുന്നു. അറിയാമായിരുന്നു. പുള്ളിയുടെ കൂടെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ് ദൃശ്യം. അങ്ങോട്ടും ഈ വീട് സെലക്ട് ചെയ്യാൻ കാരണം മോഹൻലാൽ ഒരു കർഷകനായിട്ടാണ് സിനിമയിൽ. അപ്പോൾ അതനുസരിച്ച് ഒരു ചെറിയ വീട് അവർ നോക്കി, അവർക്ക് കഥയ്ക്കനുസരിച്ച് വീട് കിട്ടി എന്നവർ പറയുകയും ചെയ്തു. സിനിമയെ കണ്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ വീടിൻ്റെ ആ ഇരുപ്പും സൗകര്യങ്ങളും സൗന്ദര്യമൊക്കെ നമുക്ക് കാണാൻ പറ്റിയത്. ഒരു സിനിമയിൽ ഒരു നാട് അല്ലെങ്കിൽ ഒരു വീട് ഒരു കഥാപാത്രമായി വരുന്നത് വളരെ അപൂർവമാണ്. അത് നമ്മുടെ പ്രേക്ഷക മനസ്സിൽ മായാതെ നിൽക്കുന്നത് അതിലും അപൂർവമാണ്. അങ്ങനെ നമ്മൾ മലയാളികൾ മറക്കാത്തൊരു വീടാണ് ദൃശ്യത്തിലെ ജോർജ് കുട്ടിയുടെ. ദൃശ്യം സീരീസിലെ 3ാമത്തെ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയായിരിക്കും ഈ വീടിന് പറയാനുള്ള പുതിയ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ദൃശ്യം സീരീസിലെ ജോർജ് കുട്ടിയുടെ തൊടുപുഴയിലുള്ള വഴുത്തല വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ വീടിന്റെ യഥാർത്ഥ ഉടമസ്ഥനായിട്ടുള്ള ജോസഫ് കുരള സാർ നമുക്കൊപ്പം ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, എങ്ങനെയാണ് സാർ നമ്മൾ ഈ വീട് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ജിത്തു ജോസഫ് സാർ ആദ്യം വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. പിറ്റേ ദിവസം വന്നപ്പം പുള്ളി പറഞ്ഞു, ഞാൻ വിജയജോസഫ് മൂവാറ്റുപുഴ MLA-യുടെ മകനാണ്. ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ നിങ്ങളില്ലായിരുന്നു. ഇന്ന് വന്നു. വീട് സിനിമയ്ക്ക് കൊടുക്കുമെന്ന് ചോദിച്ചു. കൊടുത്തേക്കാം. അങ്ങനെയാണ് ഇതിൻ്റെ ആരംഭം. നമുക്ക് ഇങ്ങനെ സിനിമയ്ക്കൊരു വീട് കൊടുക്കുക എന്ന് പറയുമ്പോൾ പലർക്കും പല ഒരു ബുദ്ധിമുട്ടുകളൊക്കെ തോന്നും. നമ്മുടെ ഒരു പ്രൈവസിയെ ബാധിക്കുമോ അങ്ങനെയൊക്കെ തോന്നുമായിരുന്നു. അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഒരു സിനിമയ്ക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു ഉപകാരമാണ് ചെയ്യുന്നത് കാണികളായ പൊതുജനങ്ങൾക്ക്. അപ്പോൾ അവർക്ക് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ എല്ലാം മറന്ന് സന്തോഷത്തോടുകൂടി കഴിയാനുള്ള ഒരു അവസരമല്ല സിനിമ. അതിനായിട്ട് ഞാനും കൊടുത്തു. മോഹൻലാലാണ് നായകൻ എന്ന് അറിയാമായിരുന്നു. അറിയാമായിരുന്നു, പറഞ്ഞായിരുന്നു. മോഹൻലാലിനെ പോലെ ഒരാള് നമ്മുടെ ഒരു വീട്ടിലേക്ക് വരികയാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അത്ഭുതം ഉണ്ടാവും. വളരെ സന്തോഷം. അത്രയും മഹാനായ ഒരു നടൻ നമ്മുടെ വീട്ടിൽ വന്ന് പോകുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. കുടുംബത്തിലെല്ലാവർക്കും സമ്മതമായിരുന്നു. കുഴപ്പമില്ല. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഈ വീട് സിനിമയിൽ പകർത്തിയിരിക്കുന്നത്? നമുക്ക് നേരിട്ടൊന്ന് കണ്ടാലോ? ഈ ഭാഗമാണ് ദൃശ്യത്തിലെ കുഴിച്ചിട്ട സ്ഥലം. അത് കാണുന്നത് ജനല നിന്നാണ്. കുഴിച്ചിട്ട് എടുക്കുമ്പോൾ ഈ ജനലിൽ നിന്നാണ് ആ പെങ്കൊച്ച് കാണുന്നത്. ഇത് കൊലപാതകം നടന്നു. ആരപ്പുറ്റിയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഒരു കറുത്ത ഷീറ്റ് കൊണ്ട് മറച്ചിട്ട് ക്യാമറമാൻ ഇവിടെ ഇരുന്ന് ജിത്യോസ് സാർക്ക് ഇവിടെ ഇരുന്ന് അതെടുത്തു. അപ്പോൾ ആ കൊലപാതകം കാണുന്നത് ആ പെങ്കൊച്ച് ആ ജനലയ്ക്ക് കൂടെ അയാളുടെ നാടിയിരുന്നു. പിന്നെ ഇവിടെ മോഹൻലാൽ ദൃശ്യം 2-ൽ പേപ്പർ ഇരുന്ന് വായിച്ച ഈ നടയിൽ പേപ്പറിന്ന് വായിക്കുമ്പം മീന അവിടെ തേങ്ങ പൊതിക്കും. അവർ അങ്ങനെ സംഭാഷണത്തിലിരിക്കും. ഇത് ഇതുപോലെ മാറ്റങ്ങൾ വരുത്താതെ നിലനിർത്തണം എന്നുള്ളൊരു കരാറുണ്ടോ? പിന്നെ ഇത് മാറ്റം പറ്റാനൊന്നുമില്ല, ഇതിങ്ങനെ നിൽക്കും. 3ാം ഭാഗത്തിന് വേണ്ടിയിട്ട് ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയത്? അത് ഫ്രണ്ടിൽ ആ ഫ്രെയിമൊക്കെ ഉണ്ടാക്കി, പിന്നെ ആ തൂണ് മുഴുവൻ ടൈലിട്ടു. ജോർജ് കുട്ടിയുടെ സാമ്പത്തിക സ്ഥിതി മാറുന്നതനുസരിച്ച് വീടിൻ്റെ രൂപമാറ്റം. 2ാം ഭാഗത്തിൽ അവിടെ വയർലെസ് ഒരു ഭാര്യയും ഭർത്താവും അവിടെ ഒരു വീടുണ്ടായിരുന്നു. അതിവിടെ തന്നെയാണ്. അത് ഈ പറമ്പിൽ തന്നെ. അത് അതിനു വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. അത് കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് പൊളിച്ചു കളഞ്ഞു. പൊളിച്ചു. അതിമ കല്ലടിക്ക് വെച്ച ഒരു വീട് അങ്ങ് പണിതു. അതും ഈ സ്ഥലത്ത് തന്നെ. ഈ സ്ഥലത്ത്. ഇത് എത്ര സെന്റ് ഉണ്ട്? 8 ഏക്കറുണ്ട്. 8 ഏക്കർ. ഈ വീട് ശരിക്കും എങ്ങനെയാ അങ്കിളിന്റെ പരമ്പര? കാരണന്മാരായിട്ടുള്ള പൂർവ്വസ്വത്താണ്. എത്ര വർഷത്തെ പഴക്കമുണ്ടാവും? ഇതിപ്പം 75-ലുണ്ടാക്കി 2-3 കൊല്ലം ഇവിടെ സുമാ കോളേജ് നടത്തിക്കൊണ്ടിരുന്നു. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വരാം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പിന്നീട് ഞങ്ങൾ വന്നേ പിന്നെ ഉണ്ടാക്കിയത്, ഈ ടൈലും കാര്യങ്ങളും. പിന്നെ ഞങ്ങളിവിടെ വന്നിട്ട് ഗേറ്റ് ഉണ്ടാക്കി, മതിലുണ്ടാക്കി, ബാക്കിയെല്ലാം പണികളും നടത്തി. നമ്മൾ സിനിമയിൽ കാണുമ്പോൾ ഇത് വളരെ ഒറ്റപ്പെട്ട ഒരു സ്ഥലം, ഇത് വളരെ എല്ലാത്തിൽ നിന്നും മാറിയുള്ള ഒരു സ്ഥലം, തൊടുപുഴയിലൊരു ഉൾപ്രദേശമായിരുന്നു. പക്ഷെ നമ്മൾ ഇവിടെ വന്ന് കാണുമ്പോൾ ഒരു ചുറ്റും വീടുകളാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാ സിനിമയിൽ കാണുമ്പോൾ നമ്മുടെ വീടിനുണ്ടാകുന്ന ഒരു വ്യത്യാസങ്ങൾ എങ്ങനെയാണ്? ഒത്തിരി മാറ്റമുള്ളതായിട്ട് നല്ല സൗന്ദര്യബോധത്തോടു കൂടിയുള്ളൊരു വീടായിട്ട് തോന്നുന്നു. ഈ ഷൂട്ട് നടക്കുമ്പോൾ അപ്പോൾ നമ്മുടെ പ്രൈവസി എങ്ങനെയാണ്? നമ്മുടെ സ്വകാര്യത ഇപ്പം നാടകം കളിക്കുന്ന പോലെ കണ്ടിന്യൂസ് ഇല്ലല്ലോ. ഇവിടെ ഒരു സീൻ എടുത്താൽ മോഹൻലാൽ അകത്ത് പോയിരിക്കും, പിന്നെ ഒരു 1/4 മണിക്കൂർ കഴിയുമ്പോൾ വേറെ
ഒരു സ്ഥലത്തായിരിക്കും, ചിലപ്പം വീടിനുള്ളിലായിരിക്കും. അന്നേരം ഞങ്ങൾ ഈ മുറിയിലിരിക്കും. ഇത് കഴിയുമ്പം അവരുടെ കൂടെ ഞങ്ങളും നടക്കും. പിന്നെ ഭക്ഷണമൊക്കെ അവർ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്കും ഉണ്ട്. അടുക്കളയൊക്കെ ആവശ്യമുള്ളതുകൊണ്ടേ. മോഹൻലാലുമായിട്ട് എങ്ങനെയായിരുന്നു സൗഹൃദം? മോഹൻലാലുമായിട്ട് കണ്ടാൽ വർത്താനം പറയും, സന്തോഷം പങ്കിടും. പുള്ളിയുടെ കൂടെ വന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ് ദൃശ്യം. അങ്ങോട്ടും അദ്ദേഹത്തിന് ഈ വീടിനോടും ഒരു ആത്മബന്ധം ഉണ്ടാവില്ല? കാണുമായിരിക്കും. ആദ്യത്തെ 2 പടത്തിനും പുള്ളി അകത്ത് കൂളർ വെച്ചിരിക്കുമായിരുന്നു. പിന്നീടാണ് ഞങ്ങൾ മുറി പുറത്ത് കൂട്ടിയെടുത്ത് അവിടെ AC ഒക്കെ വെച്ച്, അപ്പം 3-ാമത്തേലെ പുള്ളി അദ്ദേഹം അതിൻ്റെ അകത്താണ് വിശ്രമിച്ചുകൊണ്ടിരുന്നത്. വൈകുന്നേരം പോവും, രാവിലെ 9 മണിയാകും വരും. ഷൂട്ടിംഗ് വരുമ്പോഴേ നാട്ടുകാരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? നാട്ടുകാർ ഒത്തിരി പേര് താഴെ വന്നേക്കും, പക്ഷേ കയറ്റി വിടില്ല. അവിടെ സെക്യൂരിറ്റി ഉണ്ട്. കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇവരുടെ അഭിനയത്തിനെല്ലാം തടസ്സം ഉണ്ടാകും. ഇവർ തന്നെ 10-40 പേരുണ്ട്. പിന്നെ മോഹൻലാൽ സാർ വൈകുന്നേരം പോകുമ്പോൾ കുറേ ആൾ താഴെ നിൽക്കും, വിഷ് ചെയ്യും, പുള്ളിയും വിഷ് ചെയ്യും, പുള്ളിയും പോവുകയും ചെയ്യും. ഇപ്പം പഴയ കാലത്തെ പോലെ ഷൂട്ടിങ് കാണാനൊന്നും ആൾക്കാരില്ല. ഇവിടെ എല്ലാവരും നമ്മുടെ ഈ നാട്ടുകാരും ഈ പറയുന്ന ഫാൻസും ഒക്കെ ഇപ്പോൾ ഇത് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടും റിലീസിന് മുന്നേ നമ്മളിപ്പോൾ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് ഈ ഫോട്ടോ എടുക്കാനും ഒക്കെ ആട്ടെ. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് ഏകദേശം ദൃശ്യം ഫസ്റ്റിൻ്റെ ഒരു ഏകദേശം 12 വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷെ അന്ന് ഞാൻ വന്നതിൻ്റെ വലിയ മാറ്റമാണ്. ഇപ്പം ജോർജ് കുട്ടി ഓൾറെഡി മാറി, അതിന് അനുസരിച്ച് വീടും മാറി. ഞാനും എൻ്റെ ഫാമിലി ഉണ്ട്. ഫാമിലിയുടെ കൂടെ ജസ്റ്റ് സാറിന് ലാൽ സാറിനെ കാണാൻ വന്നപ്പോൾ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഭാര്യേനെ വീട് കാണിക്കാവുന്ന രീതിയിൽ കൊണ്ടുവന്നാണ്. ഞാനിവിടെ വന്നപ്പോൾ ആകെ മാറി. ഞാൻ പ്രതീക്ഷയെക്കാളും നമ്മുടെ പണ്ടത്തെ വാഴയും അതും കൃഷിയൊന്നുമില്ല, ടോട്ടലി ആകെ വീട് മാറിപ്പോയി. തന്നെയല്ല, ഒരു ദൃശ്യം 3 വന്നപ്പം ഫാൻസ് അസോസിയേഷൻ കോഴിക്കോട് നിന്ന് കൊല്ലത്തു നിന്നൊക്കെ ഒത്തിരി ആൾ വന്നു. അവർക്കെല്ലാം താഴെ ലൈനായിട്ട് നിർത്തി ചീട്ട് കൊടുത്ത് കാർ പോർച്ച് നിന്ന് എല്ലാവർക്കും ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. മോഹൻലാൽ ഇത് വീടിന് ഇപ്പം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം, അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. മാറ്റങ്ങൾ വരുത്തുവാണെങ്കിൽ അവരെ വരുത്തുള്ളൂ, അവരുടെ കഥയ്ക്കനുസരിച്ച്. അതാണ് മെഷ്യൻ വര. മോഹൻലാൽ കറക്കുന്നു, വെട്ടുകാരെ ഷീറ്റ് വെച്ച് അടിക്കുന്നു. നമ്മുടെ ഇവിടുത്തെ ചേട്ടൻ തന്നെയാണല്ലേ? അതെ അതെ. ലാലേട്ടൻ്റെ കൂടെ ഒരു റോള് അഭിനയിക്കാനുള്ള ഒരു അവസരം കിട്ടി. ലാലേട്ടൻ്റെ റബ്ബർ വെട്ടുകാരനായിട്ടാണ് ഈ റോളിൽ വന്നിരിക്കുന്നത്. ലാലേട്ടനാണ് ഷീറ്റ് അടിക്കാൻ എൻ്റെ കൂടെ കൂടുന്നത്. വീടിൻ്റെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞാനാണ് നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ അവർ സെക്യൂരിറ്റി വിങ് അവരുടെ ആൾക്കാരുണ്ടായിരുന്നു. ആ കൂടെ എല്ലാവിധ കാര്യങ്ങൾക്കും ഞാനും ഉണ്ടായിരുന്നു. നിറയെ പച്ചപ്പിനുള്ളിൽ നിൽക്കുന്ന ഒരു വീടായിട്ടാണ് കാണുന്നത്. ആ ദൃശ്യം മണ്ണിൽ അപ്പടി വാഴയായിരുന്നു ഫ്രണ്ട്, കൃഷിക്കായിട്ട് കൊടുത്തത്. 2ാമത് വന്നപ്പം കപ്പയായി, 3-ാമത്തേലും കപ്പയായി. കാർ പോർച്ചിന് ഇതുപോലെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. മാറ്റം നേരത്തെ ഒരു ഇതൊക്കെ തുടങ്ങുന്നതിന് ഒരു ഷീറ്റ് ചുമ്മാ ഇട്ടേക്കുവാണ്. പിന്നെ 2ാമത്തേൽ വന്നപ്പോൾ അവർ ആ കാർ പോർച്ച് ഉണ്ടാക്കി നല്ല ബലമായിട്ട് ഗ്രില്ലൊക്കെ ഇട്ട് മോള്. 3-ാമത്തേലാണ് ഇപ്പം ഇങ്ങാപ്പുറം മുറി കൂട്ടിയെടുത്തിട്ടില്ലേ, അതിനോട് ചേർന്ന് ഒരു കാർ പോർച്ച് ഇങ്ങേറ്റം. ഉള്ളു മുഴുവൻ മച്ചായതുകൊണ്ട് നല്ല തണുപ്പാണ്. ഇത്തവണ ഓടും എല്ലാം അവർ ഊശി, അവരടിച്ച പെയിൻറ്റാണ്. ഞങ്ങളൊരു 3 വർഷം കൂടുമ്പോൾ അടിക്കുന്നതാണ്. ഇപ്പോൾ അവരങ്ങ് അടിച്ചു. ഇപ്പം അത് മതിലും അവർ ചെയ്തതാണ്. ദൃശ്യം 3 അവർ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ ടൈല്, ആ ലൈറ്റ് കാര്യങ്ങളെല്ലാം. ഇത്തവണ പച്ചയായതുകൊണ്ട് ഇവിടുത്തെ അത് പച്ചയായിരുന്നു, അതുകൊണ്ട് അത് മാറ്റിയില്ല അവർ. പിന്നെ ഇത്തവണ ഈ ഡൈനിങ് ടേബിൾ അവർ ഉപയോഗിച്ചു. പിന്നെ ഈ ഫ്രെയിമെല്ലാം അവരുണ്ടാക്കിയത്. ഫസ്റ്റിൽ വന്നപ്പോൾ ഒരു പ്ലാസ്റ്റിക് ടേബിൾ. പ്ലാസ്റ്റിക്. സീലിംഗൊക്കെ ഇവിടെ ഉണ്ടാക്കിയത്. നേരത്തെ ഈ ആസ്പെറ്റോസിൻ്റെ സീലിംഗ് അത് മാറ്റിയിട്ട് ഇതാണ് കിട്ടും. നമ്മളായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ 4 ഉണ്ടാവുന്നുള്ളൊരു സൂചന തന്നിട്ടില്ല. സൂചനയൊക്കെ പറയുന്നത് കേൾക്കാമല്ല, അപ്പം നമ്മളത് പറയാൻ ആളല്ലോ. വീടിനെ സംബന്ധിച്ച് നമ്മളുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ലല്ല. പക്ഷെ 4 ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ കേട്ടു, മൊബൈലിൽ കണ്ടെന്നോ ഒക്കെ ആൾക്കാർ പറഞ്ഞു കേട്ടു. എവിടെയെങ്കിലും കൊണ്ടുപോയി ഒന്ന് അവസാനിപ്പിക്കണം.